നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ ഒരു ഓഫർ ഇടും, ഇടയ്ക്കിടയ്ക്ക് ഓഫർ ഇടും, പത്രത്തിൽ കാണുന്നുണ്ടാവും, ഒരു പേജ് ഫുള്ളായി അതിന് ഓഫറിനായിട്ടാണ്. അതിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന കുറച്ച് സംഭവങ്ങൾക്കാണ് അതിന് വില കുറക്കുക. അതിൽപ്പെട്ട ഒരു പലചരക്കട കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ചസാരക്കും ചായപ്പൊടിക്കാണ് ചിലപ്പോൾ ചോദിക്കുക, വില ചോദിക്കുക. അത് ചിലപ്പോൾ അത് ചോദിച്ചിട്ട് അതിന് വാങ്ങുക, അതുകൂടി മറ്റുള്ളൊന്നിനും വില നമ്മൾ ചോദിക്കില്ല. അതേപോലെ തന്നെ പച്ചക്കറി കടയിൽ നമ്മൾ തക്കാളിക്കും വലിയുള്ളി ഇത് രണ്ട് വില ചോദിക്കുക, അതിന്മേലാണ് നമ്മൾ വില ഇരുത്തല്. ആ കട എങ്ങനെയുണ്ട്, വില കുറവുണ്ടോ കൂടുതലുണ്ട്. അതേപോലത്തെ ഒരു സംഭവമാണ് ഈ റംബൂട്ടാൻ. ഈ റംബൂട്ടാൻ നമ്മൾ 200 രൂപക്കാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്കൊരു സ്പെഷ്യൽ നമ്മളെ വീഡിയോന്റെ ഓഫർ ആയിട്ട് എന്തിനാ കൊടുക്കാൻ പറ്റും? നമുക്ക് ഇവിടെ 500 തൈ, 500 അല്ല 1000 തൈകളുണ്ട്. ഒരു 500 തൈ നമ്മൾ ഓഫറിലാണ് കൊടുക്കും. ഇങ്ങനത്തെ തൈ വലുപ്പമുള്ള തൈകൾ പിടിച്ചിട്ട് പിന്നെ 800 രൂപയ്ക്ക് കൊടുക്കണം, 500 രൂപയ്ക്ക് നമ്മൾ ഓഫറിൽ കൊടുക്കണമെന്ന് പറയും. പക്ഷെ നമ്മളിത് ഓൾറെഡി 500 രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓഫർ ഇല്ലാതെ 500 കൊടുത്ത് 450 നമുക്ക് ഇനി ഒരു ഓഫർ ആക്കി കൊടുക്കാം. ഹായ് ഹലോ, പുതിയൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് നമ്മുടെ റഷീദ് ഖാൻ്റെ അടുത്താണ്, മലപ്പുറം ടൗണിൽ തൊട്ടടുത്തുള്ള നമ്മളെ റെസിൻ എക്സോട്ടിക്കിൽ കേട്ടോ. ഒരുപാട് ഓഫറുകളുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. ഒരുപാട് ദിവസമായി ഇവിടുത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ട്. അപ്പോൾ ഒന്ന് കിട്ടില്ല ഓഫറുകൾ തരുന്നുണ്ട്. ലിമിറ്റഡ് സമയത്തേക്ക് ഈ ഓഫറുകളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഓഫറുകൾ ഏതൊക്കെയാണെന്ന് കാണാം. ഒരുപാട് വീഡിയോസ് നമ്മൾ ഇവിടുത്തെ ചെയ്തിട്ടുണ്ട്. പ്ലാന്റിൻ്റെ ക്വാളിറ്റീൻ്റെ കാര്യത്തിലൊന്നും ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. അത്രയും നല്ല ക്വാളിറ്റിയുള്ള പ്ലാന്റുകൾ മാത്രമാണ് ഇവിടുന്ന് എപ്പോഴും സെയിൽ ചെയ്യാറുള്ളത്. ആ കാര്യത്തിൽ റഷീദ് ഖാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്ലാന്റുകൾ കാണാം, എന്തൊക്കെയാണ് ഓഫറുകൾ എന്ന് കാണാം. ഹലോ ഹായ്, ഞാൻ റഷീദ്, മലപ്പുറം റെസിൻ എക്സോട്ടിക്. ഞാൻ ഒരുപാട് കാലമായിട്ട് ഞാൻ വീഡിയോസൊന്നും ചെയ്തിട്ടില്ല, പിന്നെ കുറവായിരുന്നു. ഞാൻ കുറച്ച് നമ്മളെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളും അതേപോലെ നഴ്സറിയിൽ കുറേ മാറ്റങ്ങളൊക്കെ വരുത്താനൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇതിൽ കുറച്ച് വീഡിയോസൊന്നും കുറച്ച് ആയിട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് ഓഫറുമായിട്ട് പിന്നെ കുറച്ച് ദിവസത്തേക്ക് നമ്മൾ നല്ലൊരു ഓഫർ കൊടുത്തിട്ട് കുറച്ച് വീഡിയോസ് ചെയ്യാമെന്നുള്ള ഒരു പരിപാടിയുണ്ട്. അപ്പോൾ എന്തായാലും നോക്കട്ടെ, ഇതൊക്കെ നല്ല നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ റഷീദ് ഖാൻ, നമ്മൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മളെ ലോങ്കൻ. ഒരുവിധം എല്ലാവരും ഇപ്പോൾ നോക്കുന്നതും ലോങ്കനിലേക്ക് തന്നെയാണ്. നമുക്ക് ലോങ്കൻ തൈകളെ കുറിച്ച് ഏതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരുമോ? ലോങ്കൻ തൈ ഏകദേശം ഇപ്പോൾ എൻ്റെ അടുത്തൊരു 30ഓളം വെറൈറ്റി ഇപ്പോൾ ലോങ്കൻ ഉണ്ട്. അത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് റിസൾട്ട് ഓക്കെ ആയിട്ട് എല്ലാം അത്യാവശ്യം റിസൾട്ടുകളാണ്. ഇതിലിപ്പോൾ പിന്നെ ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെ വൈറ്റ് ആണ് കേട്ടോ. ഇത് വൈറ്റ് ആണ്, ഇതുണ്ടോ, അതേപോലെ ഇതുണ്ടോ, ഇതാണ് എഡോസ്റ്റാർ എന്ന് പറഞ്ഞത്. എഡോസ്റ്റാർ അല്ലതിന് ശരിക്കും ഇത് വിയറ്റ്നാം ലോങ്കനാണ്. ഇതാണ് വിയറ്റ്നാം ലോങ്ങൻ. കണ്ടോ, കായ് വരുന്നുണ്ടോ, നല്ല എത്ര ഫ്ലവർ വരുന്നുണ്ടല്ലേ. ഈ രീതിയിൽ റിസൾട്ട് കിട്ടില്ലേ? റിസൾട്ട് കിട്ടുന്നുണ്ട്. ഇതും നല്ല ഡബിൾ ലോങ് ഉണ്ട്. ഡബിൾ ലോങ് വേണമെങ്കിൽ ഇവിടെ കാണാം. കുറച്ച് ഒന്നും ബാക്ക് വന്നാൽ ഇതാണ് ഡബിൾ ലോങ് എന്നാണ്. കണ്ടോ, അതൊക്കെ ഫ്ലവർ വന്നിട്ടുണ്ട്. ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞ വെറൈറ്റികളല്ലേ, അത് വൈറ്റ് അല്ല, സോറി, ഈ ഡബിൾ ലോങ്ങൻ അതേപോലെ എഡോസ്റ്റാർ എന്ന് പറഞ്ഞാൽ വിയറ്റ്നാം ലോങ്കൻ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ശരി കൊമേഴ്സ്യലായിട്ടുള്ള ലോങ്ങനുകളാണ്. പിന്നെ കൊമേഴ്സ്യലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഡയമണ്ട് റിവർ ഉണ്ട്, പിന്നെ അതേപോലെ എഡോ ഉണ്ട്, അതേപോലെ ബ്ലാക്ക് ലീഫ് എന്ന് പറഞ്ഞതുണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പക്ഷേ എന്തായാലും ഇപ്പം ഞാൻ പഠിച്ചത് എന്താ വെച്ചാൽ നമ്മൾ ഇതൊന്നും ശരിക്കും സാധാരണ നമ്മൾ കൊടുക്കുന്ന ചാണകപ്പൊടിയും എല്ലുപൊടി വേപ്പുണ്ടാക്കി ഇങ്ങനെയുള്ള സംഭവം കൊടുത്തിട്ടാണ് ഇതൊക്കെ വളർത്തുന്നത്. സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്ന ആളുകൾക്ക് ഇത്രേ പറഞ്ഞു കൊടുക്കണുള്ളൂ. പക്ഷെ എല്ലാവരും കായ്ച്ചു നല്ല റിസൾട്ടാണെന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും വിളിക്കണം കാര്യങ്ങളൊക്കെ. പക്ഷേ നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ എഡോ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി, അതേപോലെ എല്ലാം ഉണ്ട്. ഇത് എഡോ ലിബർട്ടാണ്. എഡോ എന്ന് പറഞ്ഞ വെറൈറ്റി, അതേപോലെ ബ്ലാക്ക് ലീഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ പേരല്ല, ന്യൂ ക്രിസ്റ്റലാണ്. ഈ ന്യൂ ക്രിസ്റ്റൽ വെറൈറ്റി ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല കൊല വെച്ച് ബഞ്ചായിട്ട് കായ്ക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അല്ല നമ്മൾ എല്ലാവരും വീഡിയോ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. പക്ഷെ മോശപ്പെട്ട ഒരു ലോങ്ങാണ് നമ്മൾ പറഞ്ഞില്ല. പക്ഷെ അതിനൊക്കെ എന്താ വെച്ചാൽ അതിനൊക്കെ മെഡിസിൻ കൊടുത്തിട്ട് മാത്രമേ അത് കായ്ക്കണുള്ളൂ. ഈ രണ്ട് വെറൈറ്റീസ് അതായത് നമ്മൾ അതിൻ്റെ പിന്നാലെ കുറച്ച് സമയം നടക്കണം. അതിന് മെഡിസിൻ കൊടുത്തിട്ടാണ് അത് കായ്ക്കുന്നത്. പക്ഷെ നമ്മൾ ഈ ഒരു പണ്ട് ലോങ്ങനുകളൊന്നും മെഡിസിൻ ഒന്നും കൊടുക്കണില്ല. പക്ഷെ നമ്മൾ ഇതിനൊക്കെ മെഡിസിന് പൂവിടുന്ന സമയത്ത് അതിന് പിന്നെ പൂവ് കൊഴിയാതെ വെക്കാൻ, പൂവ് പിടിക്കാൻ, അങ്ങനെ പിന്നെ കൂടുതൽ കായ വരാൻ ഒക്കെ കൊടുക്കുന്ന സമയത്ത് കായ വലുതാനും സൈസ് വരാനൊക്കെ ഉള്ള മെഡിസിനുകളുണ്ട്. ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇത് നോക്കുകയാണെങ്കിൽ ഞാൻ പറയുമ്പോൾ ഈ ബ്ലാക്ക് ലീഫിനെക്കാട്ടിക്ക് എത്രയോ മേലെ മറ്റുള്ള ലോങ്ങനുകൾ വരാൻ ചാൻസ് കൂടും. അതായത് ബ്ലാക്ക് ലീഫ് എന്ന് പറയുന്നത് മെഡിസിൻ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇത് ചെയ്യാതെ തന്നെ വരുന്നത്. ഇതിന് നമ്മൾക്കൊരു ശരിക്കും ഒരു വളക്കടയിൽ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും.
ഒരുപാട് വെറൈറ്റി മരുന്നുകളുണ്ട് ഇപ്പോൾ എല്ലാത്തിനും. കായ പിടിക്കാനും കായ് വണ്ണം വലുതാവാനും ചെറുതാവാനും പിന്നെ മധുരം കൂടാനും എല്ലാത്തിനുള്ള മെഡിസിനുകൾ ഇപ്പോൾ ഉണ്ട്. അതൊക്കെ യൂസ് ചെയ്തിട്ട് ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഞാൻ പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ ഡബിളായിട്ട് ഇത് കായ് വരുന്നതാണ്. നമ്മൾ ഒരുപാട് ഇത് കണ്ടിട്ടുണ്ട്. അതായത് ഈ ഡബിൾ ലോങ്ങിന് ഈ അതേപോലെ വിയറ്റ്നാമിൻ്റെ ഇതൊക്കെ നിറയെ കൊല കുത്തി കായ്ക്കണം ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. എൻ്റെ വീഡിയോയിൽ തന്നെ വേണമെങ്കിൽ ഞാൻ കാണിച്ചത്. എൻ്റെ തന്നെ ഡയമണ്ട് റിവറൊക്കെ കായ്ച്ചത് കാണണമെങ്കിൽ ഒരുപാട് കായ വന്നു. നമ്മൾ ആ തോട്ടത്തിൽ നിൽക്കുന്നത് ബ്ലാക്ക് ലീഫ് കേട്ടോ. ഇതാ BL എന്ന് എഴുതിയാണ് ബ്ലാക്ക് ലീഫ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതാണ് ന്യൂ ക്രിസ്റ്റലാണ് ഇതിൻ്റെ പേര്. യഥാർത്ഥ പേര് ന്യൂ ക്രിസ്റ്റലാണ്. ഈ സാധനങ്ങളൊക്കെ ഇപ്പോൾ നമ്മളെന്താരോ ഇത് ഞാൻ ഇങ്ങനെ ഒരു സിസ്റ്റം, അതായത് ഇങ്ങനെ മെഡിസിനൊക്കെ കൊടുത്ത് കായ്പ്പിക്കുന്ന ഒരു സിസ്റ്റം ആയതുകൊണ്ട് നമ്മളൊക്കെ ഇതാ നല്ല ഈ തൈകളൊക്കെ 500 രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അത് മറ്റേ റേറ്റും കൂടി ഇല്ല 500 രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇഷ്ടം പോലെ തൈകളാണ്. ഇനി വില കുറയാന്നല്ല, ഒരിക്കലും കൂടാൻ പോണില്ല. സിമ്പിൾ ആയിട്ട് കായ്പ്പിക്കുന്നതാണ്. പക്ഷെ ഇതെന്താരോ ഇത് എന്തായാലും 3 വർഷം 4 വർഷം കഴിഞ്ഞിട്ട് മെഡിസിൻ കൊടുത്താൽ മാത്രമേ ഇത് കായ്ക്കുള്ളൂ. ഇതിൽ തന്നെ എനിക്കിപ്പോൾ ഏകദേശം ഒരു 500-1000 തൈയോളം, കാരണം ഒരുപാട് ഓർഡറുകൾ വരുന്നുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥ അറിയായിട്ട് എന്താണെന്ന് അറിയില്ല. എന്തായാലും മോശപ്പെട്ട ലോങ്ങനാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ കായ്ക്കണമെന്നെങ്കിൽ എന്തായാലും മെഡിസിൻ കൊടുക്കണം. ഇതിൻ്റെ പിന്നെ ഒരു 500ഓളം തൈകൾ ഇപ്പോൾ എനിക്ക് പിന്നെ ഗ്രാഫ്റ്റിങ് റെഡി സെറ്റായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും വില കുറയാനാണ് ചാൻസ്. ഇപ്പോൾ നമ്മൾ ഇത്രയും വലുപ്പമുള്ള സൈസ് തൈകൾ 500 രൂപക്കാണ് കൊടുക്കുന്നത്. ഇതാണ് 4 സീസൺ ലോങ്ങൻ. കണ്ടോ, ഇത്രയുള്ള ഇതിൻ്റെ സൈസ്. അതെല്ലാം പൂവിട്ടിട്ടുണ്ട്. പിന്നെ 4 സീസണിൻ്റെ തൈകളുണ്ട്. ഇതൊന്നുമല്ല കേട്ടോ, തൈകൾ വേറെ ഉണ്ട്. ഇത് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഒന്നും ഇല്ലാത്ത പോലെ തോന്നും. അപ്പോൾ 4 സീസണിൻ്റെ തൈകളൊക്കെ നമ്മൾ ചെറുത് 600 രൂപക്കാണ് കൊടുക്കുന്നത്. 600 രൂപ മുതലുള്ള വൈറ്റ് 600, ഇത് 600, 4 സീസൺ 600. റൂബി ഉണ്ടോ, റൂബിൻ്റെ തൈകളുണ്ട്. നല്ല റൂബിൻ്റെ തൈകൾ ഇതാ നമ്മൾ 500 രൂപ കൊടുക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ മറ്റുള്ള പർച്ചേസും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ലോങ്ങിനൊക്കെ നല്ല ഓഫറിൽ കൊടുക്കും. ഇതിനും അതായത് നമ്മൾ ഹോൾസെയിലും കൂടി ചെയ്യുന്നുണ്ട്. ഹോൾസെയിലും കൂടി ചെയ്യുന്നുണ്ട്. കാരണം അതുകൊണ്ടാണ് റീറ്റെയിൽ റേറ്റിൽ കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരുപാട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 2 ലോങ്ങിന് വില കുറച്ച് തരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും. അതായത് നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റീറ്റെയിൽ റേറ്റ് ആണ് കൊടുത്തത്. അത് ഇനിയിപ്പോ കൂടുതൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഇതിൽ കാട്ടി എന്തായാലും അതെ. ഇനി ഡബിൾ ലോങ്ങൻ ഉണ്ട്, ഡയമണ്ട് റിവർ ഒക്കെ 350 രൂപ കൊടുക്കുന്നത്. ആ റേറ്റ് വരുന്നുള്ളൂ. ഡബിൾ ലോങ്ങൻ ഉണ്ട്. ഡബിൾ ലോങ്ങിന് എഡോസ് ഇതെന്ന് പറഞ്ഞാൽ വിയറ്റ്നാം ഇതൊക്കെ ഉണ്ടല്ലോ, 2ാമത്തെ വർഷം മുതൽ കായ്ക്കാൻ തുടങ്ങും. നല്ല ഹീലുള്ള സാധനമാണ്. അതൊക്കെ 500 രൂപക്കാണ് തൈകൾ കൊടുക്കുന്നത്. ഇതാണ് ഡയമണ്ട് റിവർ. ഇതാണ് നമ്മളിപ്പോ പറഞ്ഞ 350. ഇതൊന്നും തൈകൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ, നമുക്ക് വേറെ കാണിക്കാം. ഇതിപ്പോ നമ്മള് ഔട്ട്ലെറ്റിലേക്ക് ജസ്റ്റ് കസ്റ്റമറിനെ കാണാൻ വേണ്ടിട്ട് വെച്ചാണല്ലേ. സെലക്ട് ചെയ്ത് പോയി, അതിന് ശേഷമുള്ള ബാലൻസ് ഒന്നാണ്. ഇതിപ്പോ പെട്ടെന്നായതുകൊണ്ട് ഇതിക്ക് കൊണ്ടുവെക്കാനുള്ള സമയം കിട്ടിയില്ല. എന്തായാലും നമുക്ക് വേറെ കാണിക്കാം, അവിടെ ഉണ്ട് ഇഷ്ടംപോലെ കാണിക്കാം. ഇതാണ് നമ്മളെ ലെവലോലിക്ക ലൂബിക്ക എന്ന് പറയുന്നത്. പക്ഷെ ഇതിന് ആവശ്യക്കാരും ഉണ്ടല്ലോ, എല്ലാത്തിനും ഉണ്ടല്ലോ ആവശ്യക്കാർ. നിറയെ കായുണ്ട്. അത്യാവശ്യം വലിയ പ്ലാന്റ്, അത് 10-12 അടി ഉണ്ടോ ഹൈറ്റുള്ള പ്ലാന്റ്. ഇതൊക്കെ നമുക്ക് പിന്നെ ഒരു 900 രൂപയ്ക്ക് വരുന്നതാണ്. ഇതിന്റെ തൈകൾക്ക് 50 രൂപയുള്ളൂ കേട്ടോ. 50 രൂപയുള്ളൂ. പക്ഷെ അതും കായ്ക്കും 2 വർഷം കൊണ്ട്. അടിപൊളി. അപ്പൊ നമ്മള് ഇത്രയും കായ്ച്ച പ്ലാന്റ് ആയതുകൊണ്ടാണ് ഈ വില പറയുന്നത്. 900 രൂപ. ചില ആളുകൾക്ക് ഇപ്പോൾ വീടിന്റെ മുന്നിലൊക്കെ പെട്ടെന്ന് കാട് കൊണ്ടു വെക്കണമെങ്കിൽ കൊണ്ടേ വെക്കാം. 50 രൂപ മുതലുള്ള തൈകൾ നമ്മുടെ കയ്യിലുണ്ട്. ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്, ഇത്ര വേണേലുണ്ട്. ഇത് മിൽക്ക് ഫ്രൂട്ട്. എന്താ ഇതിലൊക്കെ പൂവുണ്ട് കണ്ടോ. ഇതൊക്കെ ചെറിയ പ്ലാനാണ് ഇത് രണ്ടും. ഈ പൂവ് ഇപ്പൊ നിലനിർത്തുന്നത് നല്ലതാണോ? ഇത് ഇതിന്റെ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അത് നിർത്തുള്ളൂ, അല്ലെങ്കിൽ അതന്നെ സ്വയം ഒഴിച്ചു പോകും. അതായത് നമ്മൾ വല്ലാതെ റിസ്ക് എടുക്കണ്ടല്ലേ. ഇതൊക്കെ കണ്ടോ പൂട്ട തൈകളാണ്. ഈ തൈകളൊക്കെ നമുക്ക് 650 രൂപ. കുറച്ചുകൂടി നല്ല വലിയ മരമായിട്ട് പോണ ടൈപ്പ് തന്നെയല്ലേ? വലിയ മരോ. പിന്നെ അതേപോലെ വലിയ പ്ലാന്റുകൾ ഉണ്ട് കേട്ടോ. ഒക്കെ പൂവും കായോട് കൂടിയിട്ട്, പൂവില്ല അല്ല കായല്ല, ഇതാണ് പൂവ്, നിറയെ പൂവുണ്ട്. വലിയ പ്ലാന്റുകൾ അങ്ങനെ ഉണ്ട്. ഇതിന്റെ ലീഫിനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതിന്റെ വേറെ കണ്ടോ വെൽവെറ്റ് പോലെ നമ്മളെ വീടിന്റെ അടുത്തൊക്കെ ചെയ്യണമെന്നില്ല, എല്ലാവരും ഭംഗിയാണ്. ഒരു ഓർണമെന്റലായിട്ടും കൂടി പറ്റുന്ന സംഭവമാണ് ഇത്. വലിയ മരമായിട്ട് പോകും. നമ്മുടെ തോട്ടത്തിലുണ്ട് ഇതിന്റെ പർപ്പിളും ഉണ്ട്, രണ്ടും വലിയ മരമുണ്ട്. നിറയെ കായ്ക്കും ചെയ്യും, നല്ല ഫ്രൂട്ടുമാണ്. വലിയ പ്ലാന്റുകളും ചെറിയ പ്ലാന്റുകളും 500 രൂപ 400 രൂപേന്റെ പ്ലാന്റ് വരെ ഇവിടെ ഉണ്ട്. റംബുട്ടാൻ NET ആണ് ഇതൊക്കെ. വലിയ തൈകളല്ലേ? ഏകദേശം ഒരു 8 അടി 10 അടി ഒക്കെ ഉണ്ട് അല്ലേ ഹൈറ്റ് ഉണ്ട്. റഷീദ്കാരുടെ ഡബിൾ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് 800 രൂപ കൊടുക്കുന്നത്. 800 രൂപയ്ക്ക് നല്ല റേറ്റ് ആണല്ലോ. 800 രൂപ. അതിൽ വേറെ ഉണ്ട്, അതൊക്കെ തൈകളാണ്. ഇതുണ്ടോ, ഇതൊക്കെ അതിൻ്റെ തൈകളാണ്. ഇഷ്ടംപോലെ തൈകളുണ്ട്. മാത്രമല്ല ഇത് അതിൻ്റെ തൊട്ട് മേലുള്ളത്, അതിലും കൂടുതൽ ഹൈറ്റ് ഉള്ളത്. ഇത് നമ്മൾ കൊടുക്കുന്നത് 1000 രൂപക്കാണ്. റംബുട്ടാനൊക്കെ ഒരു ഓഫർ എന്നുള്ളതിൽ തന്നെ വേണം കൊടുക്കുന്നത് കേട്ടോ. കണ്ടോ ഇതുണ്ടോ, ഇതിൻ്റെ ഹൈറ്റ് എത്ര ഉണ്ടാവും? ഒരു 12 അടി ഹൈറ്റ് ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ 1200 രൂപ കൊടുക്കും. 1200 രൂപ ഇത്ര വലുത്. അതേപോലെ അബിയു ഉണ്ടോ, ഒക്കെ വലിയ തൈകൾ എത്തിയിട്ടുണ്ടല്ലോ. അപ്പൊ ഇത്ര വലിയ അബിയുവിന് നമ്മൾ കൊടുക്കുന്നത് 1200 രൂപയാണ്. 1200.
പിന്നെ ഇതാ ഇതൊക്കെ അതിൽപ്പെട്ട അബ്യൂകളാട്ടോ, നല്ല നല്ല അബ്യൂകളാണ്. ഇത് നമ്മൾ വേണമെങ്കിൽ എന്തെങ്കിലും കുറച്ചും കൂടി കുറച്ച് കൊടുക്കാം കേട്ടോ, പറയണില്ല, എന്തായാലും കുറച്ച് കൊടുക്കാം, ഡയറക്റ്റ് വരികയാണെങ്കിൽ എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. അതേപോലെ ഇതൊക്കെ 1200 തൈകളാട്ടോ, അടിപൊളി തൈകളാണ് റംബുട്ടാൻ. അതായത് ബുഷ് ആയത് വേണമെങ്കിൽ അതും ഉണ്ട്. ഇതാ ബുഷായ തൈകളാ 1200 തൈകൾ. ഓക്കെ. അത് അതിൽ യെല്ലോ ഉണ്ട് കേട്ടോ, ഇതൊക്കെ യെല്ലോ ആണ്. ഇതാ ഇതൊക്കെ യെല്ലോ ആണ്. അത് സെയിം റേറ്റ് ആണോ? അല്ല, ഇത് 1000 രൂപന്റെ. 1000 രൂപ. യെല്ലോ ആണ്. യെല്ലോ നല്ല ബുഷ് തൈകളും കേട്ടോ. ഓക്കെ ഓക്കെ. പിന്നെ ഇത് സ്ട്രോബെറി പേരാണ്, ഇത് കായുള്ള യെല്ലോ ആണ്. അത് യെല്ലോ സ്ട്രോബെറി പേര് കായോട് കൂടിയിട്ടുള്ളത് 850 രൂപ. 850 രൂപ വരുന്നുള്ളൂ. അത് 150 രൂപ. നല്ല നല്ല അടിപൊളി 2 അടിന്റെ തൈകളാണ്. അടിപൊളി തൈകൾ നമുക്ക് കൊടുക്കാമല്ലോ അവിടുന്ന്. നാംഡോക്കും അതിന്റെ നാംഡോക്കും നല്ല ബുഷ് തൈകളുണ്ടോ, കടവണ്ണൊക്കെ നോക്കിക്കോണ്ടോ. ഇവിടെയാണല്ലോ ബെഡ് വന്നിട്ടുള്ളത്. ഇതൊക്കെ എങ്ങനെ റേറ്റ്? ഇത്ര വലിയ തൈ 1300 രൂപ കൊടുക്കുന്നു. ഇത്രയും സൈസുള്ള തൈകളാണ്, ബുഷുള്ള തൈയാണ്. നോക്കി എടുത്തോളൂ, കണ്ടോളൂ. ഇതുണ്ടോ, ഇത് അതിൽ തന്നെ ഈ 2 എണ്ണുള്ളൂ. പിന്നെ ഇതാ ഇതുണ്ടോ, ഈ സൈസ്, ഇത് അത്യാവശ്യം സൈസ് ഉണ്ട് കണ്ടോ. ഇതുണ്ടോ, ഈ നാംഡോക്കുമ്പോൾ 1000 രൂപ കൊടുക്കുന്നു. ബുഷിന് ബുഷ്, ഹൈറ്റിന് ഹൈറ്റ്. ഏതാ വേണ്ടി ചെയ്ത് തരും ഇവിടെ ഉണ്ട്. ഓക്കെ, ആളുകൾക്ക് ഓഫറിൽ കൊടുക്കുക. എന്താ വെച്ചാൽ ഈ നാംഡോക്കുമായൊക്കെ ഇപ്പോൾ കൊടുക്കണം. എന്താ വെച്ചാലേ ഇപ്പോൾ സീസണല്ല. ഇതിലൊക്കെ മാങ്ങ ഉണ്ടാകുമ്പോൾ ഞാൻ 2000 പറഞ്ഞാലും ആളുകൾ എടുത്തിട്ട് പോകും. ഇപ്പോൾ ഒരുപാട് തൈകളിൻ്റെ അടുത്ത് സ്റ്റോക്കുള്ളതൊക്കെ നമ്മൾ വില ഓഫറിലിട്ട് അടുത്ത സീസണിൽ വരുമ്പോൾ ഡബിൾ മേക്ക് കയറും. പക്ഷെ എന്താ വെച്ചാൽ അടുത്ത സീസണിൻ്റെ അടുത്ത് ഒരുപാട് തൈകളുണ്ട്. ഒരു 500ഓളം തൈകൾ വലിയ വലുപ്പത്തിലുള്ള തൈകളുണ്ട്. അപ്പോൾ കുറച്ച് ഓഫറിൽ കൊടുക്കുക എന്നുള്ളതിലാണ്. സ്ഥലക്കുറവാണ് മെയിൻ, വേറെ ഒന്നുമല്ല. ഇനിയിപ്പോൾ ഇവിടെ ഇപ്പോൾ കായുള്ളതുണ്ടോ, റംബൂട്ടാൻ ഇവിടെ കായോട് കൂടി നിൽക്കണ്ടല്ലോ. ഒരു 1800 രൂപ കൊടുക്കാം. 1800 രൂപയ്ക്ക്. നല്ല മൂപ്പുള്ള മരമാണ്. പിന്നെ വലിയ മരങ്ങളുണ്ട്. അതാ ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ സത്യം പറഞ്ഞാൽ അതിമലാന്ന് വിചാരിച്ചത്. ഇതൊന്നല്ല, ഇതില് വലിയ വടവണ്ണുകളുണ്ട്. ഇതിന്റെ റേറ്റ് ഞാനൊന്നും നോക്കിയിട്ടേ പറയുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇത് ആ റേറ്റിൽ കൊടുക്കാൻ പറ്റില്ല. എന്തായാലും ഒരു 5 വർഷം പഴക്കമുള്ള മരങ്ങൾ എൻ്റെ അടുത്തുണ്ട്, അവൈലബിൾ ആണ്. പിന്നെ ഇതാകുന്നു കാലാപ്പാടി വലിയ ടൈപ്പ്, വലിയ തൈകൾ, ചെറുതല്ല. ഇതൊക്കെ എങ്ങനെ റേറ്റ്? ഇത് കുറച്ച് വില വരുന്നുണ്ട്. ഇത് 1600 രൂപ വരുന്നുണ്ട്. 1600. ഇനി 800-850 തൈകൾ കണ്ടോളി. ഇതേ ഐറ്റം ഉണ്ട് അത്യാവശ്യം. ഇത് ബനാന ഉണ്ടോ, അല്ല ബുഷ് തൈകളുണ്ടോ, വലിയ തൈകൾ കേട്ടോ, അടിപൊളി തൈയാണല്ലോ. ഇത് ചെറുതായിട്ട് കൂട്ടരുത്, കാരണം ഇതിന്റെ ഹൈറ്റ് ഒക്കെ ഒന്ന് കണ്ടോളി. ഇതിന്റെ ഡബിൾ ഉണ്ട്. ഇത് വിലയുണ്ട് 2300 വില ഉണ്ട്. 2300 വലിയ തൈകളാണ്, കാഴ്ചീൻ്റെ ആണ്. കണ്ടോ, അതിന്റെ കടവണ്ണും കാര്യങ്ങളൊക്കെ നോക്കിക്കോളി. ഇതില് 150 മുതൽ ബനാനന്റെ തൈകളോട് അവൈലബിൾ ആണ്. 150 രൂപ. അത്രയും ചെറുതൈകളും ഉണ്ട്. ചെറുതൈകളിനല്ല, ചെറിയ റേറ്റ്, വേറെ റേറ്റിൽ 150, 250, 550, 1000 ഏത് വലുപ്പത്തിലും ബനാന മാങ്കോ ഉണ്ട് ഇവിടെ. ബനാന മാങ്കോ അല്ല, എല്ലാ മാങ്കോ ഉണ്ട്. കവുങ്ങിന്റെ തൈകളാണ്. ഇത് റേറ്റ്? ഇത് നമ്മള് പിന്നെ ഇതില്ലേ മോഹിത് നഗർ 25 രൂപ കൊടുക്കണാണ്. മലേഷ്യൻ കുള്ളനുണ്ട്. അത് നല്ല തൈകളാണ്. 350 രൂപ വില വന്നിട്ട്. ഇതിന് വില കുറച്ച് ഇപ്പൊ ഈ തേങ്ങ വില കൂടി ഓടിയിട്ട് തെങ്ങിൻ തൈ ഞാൻ തെങ്ങിൻ തൈകൾ കൂടുതൽ ചെയ്യാറില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് തെങ്ങിൻ തൈനെ കുറിച്ച് കൂടുതൽ അറിയില്ല. കാരണം ഇതിൽ പറ്റിക്കപ്പെടാൻ ചാൻസ് ഏറ്റവും കൂടുതൽ സാധനമാണ് കവുങ്ങൻ തൈ, തെങ്ങിൻ തൈ. അപ്പോൾ ഇതിൽ അത്രയും വിശ്വാസമുള്ള ആളുകളുടെ അടുത്ത് ഞാൻ എടുത്തിട്ട് വന്നതുകൊണ്ടാണ് ഇത് ഈ വില വന്നത്. 350 രൂപക്കാണ് ഞാനത് കൊടുക്കുന്നത്. ആവശ്യക്കാരനെ മാത്രം കോണ്ടാക്ട് ചെയ്യാം. ഇത് ജപ്പാൻ പേര. ഇത്രയും വലിയ തൈകൾ 200 രൂപ കേട്ടോ. തൈ ഉണ്ടോ, ചെറിയ തൈയല്ല. എല്ലായിടത്തും അപ്രോച്ച് തൈകളെ കിട്ടുക. എന്നിട്ട് അടിയിൽ നിന്ന് വേര് പൊട്ടി വരും. അല്ല, തൈകൾ ഏത് റൂട്ടിൽ നിന്ന് കയറി വരും. ഇത് കയറി വരും, പ്രശ്നമൊന്നുമില്ല. ഇത് ലെയർ അടിച്ചുണ്ടാക്കിയ തൈകളാണ്. ലെയർ അടിച്ചാണല്ലോ. 200 രൂപ കൊടുക്കുന്നുണ്ട്. നല്ല തൈകളാണ്, സൂപ്പർ തൈകളാണ്. അതിന്റെ ലീഫിന്റെ കളറിന്റെ മാറ്റം കൊണ്ട് അതുകൊണ്ടാണ് ഇതിങ്ങനെ വന്നുകൊണ്ട്. പക്ഷെ കായ്ക്കും ലെയർ അടിച്ചതുകൊണ്ട് പെട്ടെന്ന് കായ്ക്കും ചെയ്യും. അടിയിൽ നിന്ന് വേറെ പൊട്ടി വരുന്ന ഒരു പ്രോബ്ലം വരില്ല. കരുത്ത് കുറച്ച് കൂടുതലാവും, പെട്ടെന്ന് കായ്ക്കും. ഇത് തായ് VNR. അതൊക്കെ കായോട് കൂടി ചെറിയ തൈകളല്ല, VNR നല്ല കായോടുള്ള തൈകൾ 150 രൂപ. 150 ഈ സൈസിലുള്ളതല്ലേ? അതേപോലെ തന്നെ ഇവിടെ മറ്റേ ഇതും വരുന്നുണ്ട് കേട്ടോ, തെങ്ങും തൈ അല്ലേ? തെങ്ങും തൈ. പിന്നെ ഇത് ഗംഗാബോണ്ടല്ലേ, എല്ലാം ഉണ്ട് തൈകൾ. നമുക്ക് അത്രയും വിശ്വസിക്കാൻ പറ്റുന്ന സ്ഥലം എടുത്തതുമാണ്, കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇതെന്താ വെച്ചാൽ വരുന്ന ആളുകൾക്ക് 1-2 പീസ് ചോദിക്കുന്നത് കൊടുക്കാൻ എൻ്റെ കയ്യിലുള്ളൂ. കൂടുതൽ തെങ്ങും തൈ ഞാൻ കൊണ്ടു വെക്കുന്നില്ല. കാരണം എനിക്ക് വാങ്ങുന്നിടത്ത് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ കൊണ്ടു വെക്കുന്നില്ല. റംബൂട്ടാൻ ഉണ്ടല്ലേ, അടിപൊളി തൈകൾ കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഓഫർ കൊടുക്കുക? എല്ലാവരും നോക്കി കാണുന്ന ഒരു സംഭവമാണ് നമ്മുടെ റംബൂട്ടാൻ എന്ന് പറഞ്ഞത്. റംബൂട്ടാനപ്പോൾ നമ്മൾ 200 രൂപക്ക് കൊടുത്തു, പണ്ട് മുതലേ കൊടുത്തുകൊണ്ടിരിക്കുന്ന തൈകളാണ്. ഇഷ്ടംപോലെ തൈകളുണ്ട്. ഇങ്ങനത്തെ ഒരു 1000 തൈയൊക്കെ ഇപ്പോൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. നല്ല തൈകളാണ്, നല്ല കരുത്തുള്ള തൈകളാണ്. ലോക്കൽ തൈകളല്ല. ഇതിൽ ചെറിയ തൈകളൊക്കെയാണ്, അതിലും കുറച്ച് കൊടുക്കണ്ടോ. അതൊക്കെ ചെറുത് ഇടയ്ക്ക് വരുള്ളൂ. പക്ഷെ ഇതൊക്കെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത നല്ല കരുത്തുള്ള നല്ല ബഡ് തൈകളാണ്.
കാരണം നമ്മളൊരു നഴ്സറി പോകുമ്പോൾ കുറച്ച് വെറൈറ്റീസ് നമ്മൾ ഫോക്കസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ പുതിയതായിട്ട് ഒരാൾ പോകുമ്പോൾ അതിൽ പെട്ടതാണ് നമ്മളെ റംബൂട്ടാനൊക്കെ. റംബുട്ടാന്, അബിയു, അതേപോലെ അത് നമ്മളെന്താ പറയുക, നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ ഒരു ഓഫർ ഇടും, ഇടയ്ക്കിടയ്ക്ക് ഓഫർ ഇടും, പത്രത്തിൽ കാണുന്നുണ്ടാവും, ഒരു പേജ് ഫുള്ളായി അതിന് ഓഫറിനായിട്ടാണ്. അതിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന കുറച്ച് സംഭവങ്ങൾക്കാണ് അതിന് വില കുറക്കുക. അതിൽപ്പെട്ട ഒരു പലചരക്കട കഴിഞ്ഞുണ്ടെങ്കിൽ പഞ്ചസാരക്കും ചായപ്പൊടിക്കാണ് ചിലപ്പോൾ ചോദിക്കുക, വില ചോദിക്കുക. അത് ചിലപ്പോൾ അത് ചോദിച്ചിട്ട് അതിന് വാങ്ങുക, അതുകൊണ്ട് മറ്റുള്ള ഒന്നിനും വില നമ്മൾ ചോദിക്കില്ല. പിന്നെ അതേപോലെ തന്നെ പച്ചക്കറി കടയിൽ നമ്മൾ തക്കാളിക്കും വലിയുള്ളി ഇത് രണ്ടോ വില ചോദിക്കുക. അതിന്മേലാണ് നമ്മൾ വില ഇരുത്തല്ലേ, ആ കട എങ്ങനെയുണ്ട്, വില കുറവുണ്ടോ കൂടുതലുണ്ട്. അതേപോലത്തെ ഒരു സംഭവമാണ് ഈ റംബുട്ടാൻ. ഈ റംബുട്ടാൻ നമ്മൾ 200 രൂപക്കാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്കൊരു സ്പെഷ്യൽ നമ്മളെ വീഡിയോന്റെ ഓഫർ ആയിട്ട് എന്തിനാ കൊടുക്കാൻ പറ്റും? നമുക്ക് ഇവിടെ 500 തൈ, 500 അല്ല 1000 തൈകളുണ്ട്. ഒരു 500 തൈ നമ്മൾ ഓഫറിലാണ് കൊടുക്കുക. 500 തൈ കൊടുക്കാം, അതൊരു 150 രൂപ വെച്ചിട്ട് കൊടുക്കാം. 150 രൂപ. നല്ല തൈ ആട്ടെ, കരുത്തുള്ള തയ്യ, ലോക്കൽ തൈയല്ല, നല്ല തൈകളാണ്. അപ്പോൾ ഒരു 150 രൂപ ആയിട്ട് ഇത് തീർന്നു വരും. ഇതല്ല, ഇനിയുണ്ട് അപ്പുറത്ത്, ഞാൻ വേറെ മണി കൂട്ടാൻ ഞാൻ കാണിച്ചു തരാം. ഒരു 500 തൈ ഇപ്പോൾ എന്തായാലും ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. 1000 തൈയോളം എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. ഇനി അത്ര ബുദ്ധിമുട്ട് വന്നാലോ ബാക്കിയുള്ള ചിലപ്പോൾ അതേപോലത്തെ കൊടുത്തു വരും. സാധനം സ്റ്റോക്ക് തീർന്നെന്ന് പറയില്ല. അപ്പോൾ എന്തറിയോ, നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഈ 150 രൂപക്ക് ഇത് കൊടുക്കുന്നുണ്ട്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇത് മൊത്തത്തിൽ നമ്മളെ വിലയിരുത്താൻ കഴിയില്ല. കാരണം എനിക്ക് ചിലപ്പോൾ ഒന്നിമ വില കൂട്ടാം, മറ്റേമ കുറക്കാം, അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇതിൻ്റെ ലാഭം നമുക്ക് വേറെ ഒന്നിമ പിടിക്കാം കിട്ടും. പക്ഷെ ഇത് ലാഭത്തിലേ കുറവുള്ളൂ, എനിക്ക് നഷ്ടമൊന്നും വരില്ല. 150 കൊടുത്താലും നഷ്ടം വരാൻ പോകുന്നില്ല, ലാഭത്തിന് തന്നെയാണ് ഇത് കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ റംബുട്ടാൻ്റെ തൈകൾ, ഇപ്പോൾ ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെ പല വീഡിയോയിൽ ഞാൻ കണ്ടു. ഈ സൈസ് തൈകൾ അതേമാതിരി സ്കൂൾ പോയി റംബുട്ടാൻ സ്കൂൾ പോയി ഇങ്ങനത്തെ തൈകൾ, ഈ വലുപ്പമുള്ള തൈകൾ പിടിച്ചിട്ട് 800 രൂപ കൊടുക്കണം, 500 രൂപയ്ക്ക് നമ്മൾ ഓഫറിൽ കൊടുക്കണമെന്ന് പറയും. പക്ഷെ നമ്മളിത് ഓൾറെഡി 500 രൂപ കൊടുത്തുകൊണ്ട് നിൽക്കുന്നത്. ഓഫറില്ലാതെ 500 കൊടുത്ത് 450 നമുക്ക് ഇനി ഒരു ഓഫറാക്കി കൊടുക്കുക. ഇത് 500 450 കൊടുക്കുക. എത്ര തൈകൾ വേണമെങ്കിലും ഉണ്ട്. ഇത് സ്കൂൾ ബോയ് ആണ്, ഇത് N80 ആണ്. പിന്നെ അതേപോലെ തന്നെ L14 നല്ല അടിപൊളി പേരക്കുകൾ, ഇതൊക്കെ 100 രൂപ കൊടുക്കുന്ന തൈകളാണ്. 100 രൂപയ്ക്കല്ലേ? 100 രൂപക്ക്. ജപ്പാൻ പേരതാ നല്ലത്, 750 വലിയ പ്ലാന്റുകൾ ഉണ്ടോ, നല്ല വലിപ്പമുള്ള സൈസുള്ള പ്ലാന്റുകൾ. അതേമാതിരി തായ് ജംബോ സപ്പോർട്ടാ കണ്ടോ, കായോട് കൂടിയിട്ട് വലിയ സപ്പോർട്ട് ഉണ്ടാവണം തായ് ജംബോ. ഇഷ്ടംപോലെ തൈകളുണ്ട്, ഇതൊക്കെ അതിൻ്റെ തൈകളാണ്. ഇവിടെയൊക്കെ ഉണ്ട് കായുള്ളതും പൂവുള്ളതൊക്കെ ആയിട്ടുള്ള നല്ല നല്ല തൈകൾ. ഇതൊക്കെ നമുക്ക് ഒരു ഓഫർ ലെവലിൽ ഇത് ശരിക്കും 450 കൊടുക്കണം, ഒരു 350 കൊടുക്കാം. ഇപ്പൊ നമ്മൾ ഈ ഓഫർ വീഡിയോ വന്നൊരു 10-15 ദിവസം വരുമ്പോ എന്താരോ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മള് വാശി പിടിച്ച ഒരു ടൈമൊന്നും നമ്മൾ പറഞ്ഞില്ല. എന്തായാലും ഒരു 15 ദിവസം നമ്മൾ റംബുട്ടാൻ ഒരു 500 പീസല്ലേ നമ്മൾ എടുത്തുള്ളൂ. അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ ഒരു 15 ദിവസം ഇടാം. പിന്നെ വരികയാണെങ്കിൽ സാധനത്തിനനുസരിച്ച് റഷീദ് അബിയുടെ തൈകൾ, നല്ല തൈകൾ, ഇത് ഹോംഗ്രോന്റെ തൈകളാണ്. ഹോംഗ്രോന്റെ പണ്ടത്തെ തൈകള് കായ്ക്കാത്ത പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ ഇല്ല, കാരണം നമ്മൾ ഹോംഗ്രോണിന് വരെ കൊടുക്കുന്ന ആളുകളെ നമുക്ക് അറിയുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത് ഒക്കെ ഒരു 450 രൂപ വരുന്ന തൈകളാണ്. 100 രൂപക്ക് മുതൽ ഇവിടെ തൈകൾ അവൈലബിൾ ആണ്. നമ്മുടെ ലൊക്കേഷൻ കറക്റ്റ് എങ്ങനെയാണ്? കാരണം ഗൂഗിൾ മാപ്പ് പലർക്കും കിട്ടുന്നില്ല, പിന്നെ നോക്കാൻ അറിയാത്തവരുണ്ട്, വരുന്ന ആളുകൾ പല സ്ഥലത്ത് എത്തുന്നുണ്ട്. അതാണ് പറഞ്ഞത്. ഞങ്ങള് ഇവിടെ വന്നപ്പോൾ നിങ്ങൾ അതല്ലല്ലോ റേറ്റ് പറഞ്ഞു, ഇതല്ല റേറ്റ് പറഞ്ഞു, നിങ്ങളുടെ അടുത്ത് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എത്തുമ്പോൾ അതല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ, ഞാൻ റഷീദാന്ന് പറഞ്ഞ ആൾക്കാർ വരെ ഉണ്ട്. അല്ല, വേറെ സ്ഥലത്ത് പോകുമ്പോഴേ അവിടുന്ന് റഷീദിന്റെ കടയിൽ നിന്ന് പറഞ്ഞ ആളുകൾ വരെ ഉണ്ട്. അതൊക്കെ പോട്ടെ, അത് വേറെ വിഷയം. എന്തായാലും ഞാൻ മലപ്പുറം ടൗണിൽ നിന്ന് സിവിൽ സ്റ്റേഷൻ്റെ അവിടുന്ന് മൃഗാശുപത്രി റോട്ടിന് ഒരു 3-3.5 കിലോമീറ്റർ വന്നാൽ തിരിഞ്ഞു വരാനൊക്കെ ഉണ്ട്, വിളിച്ചാൽ മതി. 3 കിലോമീറ്റർ വന്നാൽ ഇവിടെ എത്തും. മലപ്പുറം പാലക്കാട് കോഴിക്കോട് റോഡിൽ നിന്ന് കൂട്ടിലങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് അതിൻ്റെ തൊട്ടപ്പുറത്ത് സ്റ്റോപ്പിൽ നിന്ന് 1.5 കിലോമീറ്ററാണ് ഇങ്ങോട്ട് കയറാം. മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് 1.5 കിലോമീറ്റർ ഇങ്ങോട്ട് കയറാനുള്ളൂ. പിന്നെ പല ആളുകളും എന്നോട് ചോദിക്കലുണ്ട്, ചട്ടിപ്പറമ്പിൻ്റെ അടുത്താണോ ചോദിക്കലുണ്ട്. കാരണം മലപ്പുറത്ത് വരുന്ന ആളുകൾ കുറേ ചട്ടിപ്പറമ്പ് പോയിട്ട് എന്താണെന്നറിയില്ല, എന്തായാലും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചട്ടിപ്പറമ്പിൽ നിന്ന് എനിക്ക് ശരിക്കും 3-3.5 കിലോമീറ്റർ ഇല്ല, അതിൻ്റെ താഴെ ഉള്ളൂ. അടുത്ത് തന്നെയാണ്, തൊട്ടടുത്ത് തന്നെയാണ്, ചട്ടിപ്പറമ്പിൻ്റെ ഏറ്റവും അടുത്ത് തന്നെയാണ് ഞങ്ങൾ ശരിക്കും നമ്മളിവിടുന്ന് ആളുകളൊക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോണതും പിന്നെ വൈകുന്നേരത്തെ മീൻ മത്സ്യകരയൊക്കെ വാങ്ങാൻ പോകണമൊക്കെ ചട്ടിപ്പറമ്പിലേക്കാണ്. അടുത്ത് മലപ്പുറം ഉണ്ടായാലും ചട്ടിപ്പറമ്പ് പോകും. കാരണം നിയറസ്റ്റ് തന്നെയാണ്. 3-3.5 കിലോമീറ്റർ കഷ്ടി ഉണ്ടാവുള്ളൂ. അടുത്ത് തന്നെയാണ്, നല്ല റോഡാണ്, കുഴപ്പമൊന്നും ഇല്ലാത്ത റോഡാണ്. ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ കൊടുക്കാം.